നമസ്കാരം, ഞാൻ സുകുമാരി. ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉള്ള പൊതു സ്വഭാവങ്ങളാണ് പറയുന്നത്. അതായത് ഈ തൃക്കേട്ട നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം, അതായത് അവസാന 15 നാഴികയ്ക്ക് ഗണ്ഡാന്ത ദോഷമുള്ളതാണ്. ഈ ഗണ്ഡാന്ത ദോഷത്തെ പറ്റി മുൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൃക്കേട്ട നാളിൽ ജനിക്കുന്നവർക്ക് വക്രബുദ്ധി കുറഞ്ഞിരിക്കും. അവർ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. ഇവർ ധീരന്മാരും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നവരും ആർക്കും കീഴടങ്ങി നിൽക്കാത്തവരുമാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ല സാമർഥ്യമുണ്ടാകും. പക്ഷേ കുഴഞ്ഞ പ്രശ്നങ്ങൾ ഇവർക്ക് മനസ്സുമടുപ്പുണ്ടാക്കും. അത്തരം സന്ദർഭങ്ങൾ വന്നാൽ അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അല്പം അഹങ്കാരത്തോടു കൂടി സംസാരിക്കുമെങ്കിലും കൂടുതൽ കഴിവുള്ളവരോട് ഇടപെടുമ്പോൾ വിനയവും മര്യാദയും പ്രകടിപ്പിക്കും. അടുത്ത സുഹൃത്തുക്കളോട് ആശയവിനിമയം ചെയ്യുന്ന സംഭവങ്ങളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും കാണിക്കും. ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകും. ചെറിയ അസുഖങ്ങൾ അവഗണിക്കും. സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉണ്ടാകും. പല്ലുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകാമെങ്കിലും സൗന്ദര്യത്തെ അത് ബാധിക്കുകയില്ല. ശിരോരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിക്കാം. പക്ഷെ അതെല്ലാം അവഗണിക്കുന്ന സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. പെട്ടെന്ന് കോപിക്കുകയും സാഹസ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തെന്ന് വരും. അടുത്ത നിമിഷത്തിൽ അതിനെപ്പറ്റി പശ്ചാത്തപിക്കുകയും ചെയ്യും. ഞാൻ എന്ന ഭാവം സംസാരത്തിലും പ്രവൃത്തിയിലും മുന്നിട്ട് നിൽക്കും. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പലപ്പോഴും ജീവിത പരാജയത്തിന് കാരണമാകാം. ദുരഭിമാനം മൂലം പല പരാജയങ്ങളും സംഭവിച്ചെന്നും വരാം. ബന്ധുക്കളുമായി കലഹിക്കും, അവരെ അവഗണിക്കും. ഇതുമൂലം അവരിൽ നിന്നുണ്ടാകാവുന്ന പല ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. സ്വജനങ്ങളുമായി പൊതുവെ അകൽച്ചയായിരിക്കും ഉണ്ടാവുക. ജീവിതത്തിന്റെ മധ്യഘട്ടത്തിൽ ദൂരദേശ സഞ്ചാരം ചെയ്യാനും ഇടയാകും. വിവാഹ ജീവിതം അസ്വസ്ഥമാവാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് അംഗീകാരം നൽകായിക മൂലം കലഹങ്ങൾക്കിടയാകും. വിവാഹമോചനം, പിണങ്ങിയുള്ള താമസം തുടങ്ങിയവയിലേക്ക് അത് വഴിതെളിക്കും. ഭർത്താവിന്റെ വിശ്വാസക്കുറവ് മൂലം ഇവർക്ക് മനക്ലേശമുണ്ടാകാം. വിമർശനങ്ങളും അപവാദങ്ങളും സഹിക്കേണ്ടി വന്നു എന്നും വരാം. ഇവർ പാചക കലയിൽ വിദഗ്ധരുമായിരിക്കും. ബാല്യകാലം പൊതുവെ നന്നായിരിക്കും. 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലം രോഗപീഠകളും അപകടങ്ങളും സൂചിപ്പിക്കുന്ന കാലമാണ്. 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലം വളരെ ഗുണകരമായിരിക്കും. 35 വയസ്സിന് ശേഷം ഗുണദോഷമിശ്രമായ കാലമാണ്. വാർദ്ധക്യകാലത്ത് ക്ലേശങ്ങളും രോഗപീഠകളും ഉണ്ടാകാം. നന്ദി, നമസ്കാരം.